കൊണ്ടുപോക്കോ. എന്നിട്ട് നീ ഇത് കംപ്ലീറ്റ് എഴുതി എടുത്തിട്ട് നാളെ കൊണ്ടുവന്നാ മതി. കൊണ്ടുപോകുന്നുണ്ടോ? ഞാൻ കൊണ്ടുപോക്കോളാടാ. അത് എഴുതി കഴിഞ്ഞിട്ട് നാളെ കൊണ്ടു തരാട്ടോ. അയ്യോ ദേന ടീച്ചർ വന്നു. ഗുഡ് മോർണിംഗ് മിസ്. ക്ലാസ്സിൽ വന്നതൊന്നും പലരും അറിഞ്ഞിട്ടും കൂടിയില്ല. വർത്തമാനത്തിലാണല്ലേ. നമ്മളിന്ന് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നേ? കഴിഞ്ഞ ദിവസം നമ്മള് ക്ലാസ്സില് 1 മുതൽ 5 വരെയുള്ള നമ്പർ നെയിംസ് പഠിച്ചില്ലായിരുന്നോ? അതിന്ന് ഡിക്റ്റേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? മറന്നോ? പിന്നെ ടീച്ചർ ഒരു ഫ്ലവറിന്റെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവറിന്റെ പിക്ചർ വരച്ച് കളർ കൊടുത്ത് കൊണ്ടുവരാനും പറഞ്ഞില്ലായിരുന്നോ? ഒരാളെ എല്ലാവരുടെയും കളറിംഗ് ബുക്ക് കളക്ട് ചെയ്തേ. ഞാൻ കളക്ട് ചെയ്തോട്ടെ എല്ലാവരുടെയും കളറിംഗ് ബുക്ക്? ഞാൻ കളക്ട് ചെയ്യാം മിസ്സേ. ഓക്കേ, മിന്നു കളക്ട് ചെയ്യാം. എല്ലാവരും കളറിംഗ് ബുക്ക് എടുത്ത് മിന്നുവിന്റെ കയ്യിലോട്ട് കൊടുത്തേ. പെട്ടെന്ന് ആവട്ടെ കേട്ടോ. കളറിംഗ് ബുക്ക് താ. അയ്യോ, ഈ ബുക്കിന് എന്തോരം വെയിറ്റ് ആണ്. ഞാനിപ്പോ വീഴുന്നാ തോന്നുന്നേ. മിസ്സേ ഈ ബുക്കെല്ലാം കളക്ട് ചെയ്തു. ഇത് എവിടെയാ വെക്കേണ്ടതാ? ഞാൻ ഈ ടേബിളിൽ വെച്ചേരട്ടോ. ഗുഡ് ഗേൾ, നീ സീറ്റിൽ പോയി ഇരുന്നോട്ടോ. അവളുടെ വിചാരം അവളെ ക്ലാസ് ലീഡർ. അവൾ ടീച്ചറിന്റെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ. കുട്ടികളെ, നിങ്ങളോട് ടീച്ചർ ഒരു കാര്യം പറയട്ടെ. നമ്മള് സ്കൂളിൽ വരണത് ഈ പുസ്തകത്തിലുള്ളത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. നമ്മളില് ഗുഡ് ഹാബിറ്റും ഉണ്ടാക്കിയെടുക്കുകയും കൂടി വേണം. എല്ലാവരും കളറിംഗ് ബുക്ക് വെച്ചോ? ഞാൻ വെച്ചിട്ടില്ല. എനിക്ക് കളറിംഗ് ബുക്ക് കിട്ടിയിട്ടില്ല. മീനാക്ഷിക്ക് മിസ് ലഞ്ച് ബ്രേക്കിന് കളറിംഗ് ബുക്ക് കൊണ്ടു തരാട്ടോ. ഇന്ന് ഇനി കുഴപ്പമില്ല വച്ചില്ലെങ്കിലും. പിന്നെ നമ്മൾ എന്തെന്നാ പറഞ്ഞു വന്നിരുന്നേ? ഡിക്റ്റേഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഡിക്റ്റേഷൻ ടീച്ചർ 6 മുതൽ 10 വരെയുള്ള നമ്പർ നെയിംസ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഡിക്റ്റേഷൻ എഴുതിക്കാം. ഓക്കെ, നമ്മളിനി അടുത്തത് പഠിക്കുന്ന നമ്പർ ഏതാണ്? 6. എല്ലാവരും ബോർഡിലോട്ട് ശ്രദ്ധിച്ചേ. എല്ലാവരും കണ്ടോ 6? ഇനി ആ 6 എങ്ങനെയാണ് ഇംഗ്ലീഷിൽ റൈറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. 6ന്റെ സ്പെല്ലിംഗ്. Look at the board. S-I-X. 6. മീനാക്ഷി എന്ന് പറഞ്ഞേ. S-I-X. 6. Okay, good girl. അപ്പൊ ഒന്നും കൂടെ നമുക്ക് പറയാം 6ന്റെ സ്പെല്ലിംഗ്. S-I-X. 6. നമ്മൾക്കിനി നെക്സ്റ്റ് നമ്പർ പഠിക്കാം. നെക്സ്റ്റ് നമ്പർ ആണ് 7. 7ന്റെ സ്പെല്ലിംഗ് ഇത്തിരി ലെങ്തി ആണ് കേട്ടോ, എന്നാലും പഠിക്കാൻ എളുപ്പമാണ്. എല്ലാവരും ബോർഡിലോട്ട് നോക്കിക്കേ. എന്താണ് ടീച്ചർ ബോർഡിൽ എഴുതിയേക്കുന്ന സ്പെല്ലിംഗ്? S-E-V-E-N. 7. ലെങ്തി ആണെങ്കിലും പഠിക്കാൻ എളുപ്പമല്ലേ മക്കളെ? എല്ലാ ലെറ്റേഴ്സിന്റെ ഇടയിലൂടെ ആരെ കൊടുത്താൽ മതി? ഈനെ കൊടുത്താൽ മതി. S-E-V-E-N. 7. നമ്മളിപ്പോ 7 കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്പർ ഏതാണെന്ന് റോസ്ലി ഒന്ന് പറഞ്ഞേ. 7 ആഫ്റ്റർ 8. വെരി ഗുഡ്. 7 കഴിഞ്ഞിട്ട് അടുത്തത് ഏതാണ്? 8. നമുക്ക് എന്നാ ഇനി 8ന്റെ സ്പെല്ലിംഗ് നോക്കാം. ലിസൺ ഹിയർ. നോക്കിക്കേ. E-I-G-H-T. 8. എല്ലാവരും ബോർഡിൽ നോക്കിയിട്ട് തെറ്റിക്കാണ്ട് എഴുതണം കേട്ടോ നോട്ട്ബുക്കിലോട്ട്. E-I-G-H-T. എന്താ അങ്ങനെ എഴുതുന്നില്ലേ? ഇതൊക്കെ പെട്ടെന്ന് എഴുതി തീർത്തേ, സമയം കളയല്ലേ. ടീച്ചറുടെ കയ്യിലുള്ള ഈ നമ്പർ ഏതാണ്? നോക്കിക്കേ. 9. എന്നാ നമുക്കിനി 9ന്റെ സ്പെല്ലിംഗ് പഠിച്ചാലോ? 9ന്റെ സ്പെല്ലിംഗ് N-I-N-E. എല്ലാവരും ബോർഡിലോട്ട് നോക്കിക്കോ. ടീച്ചർ എഴുതിയിട്ടുണ്ട് N-I-N-E. 9ന്റെ സ്പെല്ലിംഗ് കിട്ടിയില്ല എല്ലാവർക്കും? എല്ലാവരും നോട്ട്ബുക്കിലേക്ക് 9ന്റെ സ്പെല്ലിംഗ് എഴുതി വെച്ചേ. എന്നിട്ട് വേണം നമുക്ക് ഡിക്റ്റേഷൻ ഇടാന്. അതും കൂടി പഠിപ്പിക്കണം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ലാസ്റ്റ് നമ്പർ ആണ് 10. 1 0 10. കണ്ടോ എല്ലാവരും? നമുക്കിനി 10ന്റെ സ്പെല്ലിംഗ്
എന്താണ് എഴുതിക്കണത് നോക്കിക്കേ. ലെറ്റേഴ്സ് ഒന്ന് വായിച്ചേ. ടി ഇ എൻ ടെൻ. സിമ്പിൾ അല്ലേ? ടി ഇ എൻ ടെൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിപ്പിക്കാനുള്ളതൊക്കെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഇത് നല്ലതുപോലെ എഴുതി പഠിച്ചിട്ട് വരണം കേട്ടോ. ചുമ്മാ വായിച്ചു പഠിച്ചാൽ പോരാ, എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. നിങ്ങൾ ഇനി ഡിക്റ്റേഷൻ റെഡിയല്ലേ? ടീച്ചറിനെ ഡിക്റ്റേഷൻ ഇരിക്കട്ടെ. എല്ലാരും പഠിച്ചിട്ടുണ്ടെന്നാണ് ടീച്ചർ വിചാരിച്ചിരിക്കുന്നത്. എല്ലാരും നല്ലപോലെ ഡിക്റ്റേഷൻ എഴുതണം കേട്ടോ. ഓക്കെ, എന്നാ പേപ്പർ പിടിച്ചോളൂ. ബഹളം വെക്കാതിരിക്കൂ. പേപ്പർ എല്ലാവർക്കും ഞാൻ പേപ്പർ തരാട്ടോ. അതിന് നീറ്റായിട്ട് വേണം എഴുതാന്. ആരുടെയും നോക്കി ഒന്നും എഴുതണ്ട കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം എഴുതിയാ മതി. ടീച്ചർ തെറ്റിപ്പോയെന്ന് നിങ്ങളെ വഴക്കൊന്നും പറയില്ല. മീനാക്ഷി ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല അല്ലേ? സാരമില്ല കേട്ടോ. മീനാക്ഷിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് മാത്രം എഴുതിയാ മതി കേട്ടോ. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും പേപ്പറൊക്കെ കിട്ടിയില്ലേ? ഓക്കെ, എന്നാ പിന്നെ നിങ്ങള് എഴുതി തുടങ്ങിക്കോട്ടോ. എവിടെ മുതൽ എഴുതണ്ടേ? 1 മുതൽ 5 വരെയുള്ള നമ്പർ നെയിംസിന്റെ സ്പെല്ലിംഗ്. സമയം കളയാതെ എഴുതൂ മക്കളെ. എഴുതി കഴിഞ്ഞവരൊക്കെ ടീച്ചർക്ക് പേപ്പർ തന്നേരും കേട്ടോ. ആരൊക്കെ എഴുതി കഴിഞ്ഞ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞെന്ന് തോന്നണു. എന്നാ ടീച്ചർ പേപ്പർ കളക്ട് ചെയ്തോട്ടെ. ഫിനിഷ് മിസ്. ഇന്നാ പേപ്പർ തന്നേരെ, ടീച്ചർ മേടിച്ചോളാം. കഴിഞ്ഞല്ലേ മക്കളെ? ഓക്കേ, അപ്പൊ എല്ലാവരും കഴിഞ്ഞു അല്ലേ? നല്ല കുട്ടികളാലോ. എല്ലാവരും പെട്ടെന്ന് തന്നെ എഴുതി കഴിഞ്ഞല്ലോ. മീനാക്ഷിക്ക് അടുത്ത ദിവസം ടീച്ചർ ഒന്നും കൂടി എല്ലാം പറഞ്ഞു തരാട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും പേപ്പർ കിട്ടി. ഞാൻ തരാത്തതായിട്ടില്ലല്ലോ. ടീച്ചർ പേപ്പറൊക്കെ നാളെ നോക്കി തരാട്ടോ. നാളെ പഠിച്ചോണ്ട് വരണം കേട്ടോ. എന്റെ മമ്മി എല്ലാം പഠിപ്പിച്ചു വിട്ടതായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോ എഴുതിയപ്പോ എനിക്ക് 3യുടെ സ്പെല്ലിംഗ് ഫുൾ കിട്ടിയില്ല. എന്റെ മമ്മിക്ക് വിഷമാകും. അമ്മു എന്താ കരയുവാണോ? മിസ്സേ, എന്റെ 3യുടെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. ഓ, അതിനാണോ കരയുന്നേ? അതിനെന്താ, 1 മാർക്ക് പോയി നേരത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ടൈം മേടിക്കാട്ടോ. കുട്ടികളെ, നിങ്ങൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. നമ്മുടെ അമ്മു കരയുന്ന കണ്ടോ? ഒരെണ്ണം തെറ്റിപ്പോയെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരെണ്ണം തെറ്റിപ്പോയെന്നൊന്നും പറഞ്ഞ് ആരും കരയണ്ട കേട്ടോ. നമ്മൾ പരിശ്രമിച്ചില്ലേ? നമ്മൾ നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടാത്ത നമുക്ക് വേണ്ട. ഓക്കെ, അത് ഓർത്ത് നമ്മൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം.